വലി വലി ലോളൊന്നല്ല. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ആംസ്റ്റർഡാമിൽ. അപ്പോൾ നമ്മൾ രാവിലെ 6:30 നമ്മൾ രാവിലെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ അല്ലേ എഴുതി 6:30ക്കാണ് നമ്മുടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ 6:30 എണീച്ച് പോയിട്ടുണ്ട്, കാരണം 9 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണമല്ലേ. സോ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. 6:30 ആയതുകൊണ്ട് തന്നെ ആരും ഇല്ല, കാരണം നമുക്ക് നേരത്തെ കഴിക്കണം. ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആര് കണ്ടാലും നമ്മളെ ഗുഡ് മോർണിംഗ് അറിയും. നമുക്ക് സ്വഭാവമില്ലല്ലോ, പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മളെ കണ്ടാൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ പിന്നെ ബ്രെഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് പിന്നെ നമുക്ക് ബ്രെഡ് മാത്രം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടേഴ്സ്. അപ്പോൾ നമ്മളെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആംസ്റ്റർഡാമിലുള്ളത്. കഴിച്ചു നോക്കിയോ? ബ്രെഡ് സ്ഥിരം. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു വേറെ ഫുഡും ഇല്ല, ഒക്കെ യൂറോപ്പ് ഫുഡും ഉള്ളൂ. 3-4 ബണ്ണ്. മലപ്പുറത്ത് സ്വീറ്റ് ബേക്കറിയിൽ ചോദിച്ചാൽ ഞാൻ സ്ഥിരം ബ്രൗൺ ബ്രെഡും ബ്രെഡും രാവിലെ വെച്ച് കഴിഞ്ഞാൽ എഗ്ഗും, ഇതാണ് എൻ്റെ സാധനം. അതന്നെ നമുക്ക് ഇവിടെ ഉള്ളത്. ഞാൻ പിന്നെ നാട്ടിൽ വീട്ടിലാകുമ്പോൾ ബട്ടർ തരില്ല, ജാമ് കഴിക്കില്ല, അത്രേ ഉള്ളൂ. പീനട്ട് ബട്ടർ ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഓക്കെയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. അത് ഞാൻ എവിടെ ചെന്നല്ല, കാരണം ഇതൊരു കോമൺ സാധനമാണ്. നമ്മൾ ഏത് ഹോട്ടലിൽ എപ്പോഴത്തെ വിസിറ്റിന് പോയാലും ഏത് രാജ്യത്ത് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴത്തെ പോയാലും നമുക്ക് ഈ സാധനം ഭയങ്കര ഇത് കോമൺ ആണ്. എന്തായാലും പിന്നെ വേറെ എനിക്ക് ഞാനും അതന്നെ. ഞാൻ പക്ഷെ കൂടുതൽ മധുരം ഉള്ളത്, ഇത് റസ്ക് ടൈപ്പ് ക്രൂയിസന്റ്. ഇതിപ്പോ 10 സെന്റ് കേട്ടോ, 10 സെന്റ്. ഇറങ്ങിയിട്ട് പിന്നെ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് അത് ഫുഡ് കഴിക്കാം. ബീഫ് കബാബ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യ്. ഇല്ല, ജെന്യുവൻ ആയിട്ടുള്ള സാധനമല്ലേ. എടുക്കുക ലെറ്റർ. ആ ലെറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കോ. ഓക്കെ, ഞാൻ ഓൾറെഡി ഒന്ന് തുറന്നു നോക്കിയുള്ളൂ. കുഴപ്പമില്ല. ഇതെന്താ? പെന്ന് ബാങ്കിൽ ഒപ്പിടാൻ മാത്രം ആവശ്യമുള്ള സാധനം. ഇതെല്ലാം ഒരു സുവനീർ അല്ലേ? അപ്പോൾ ഇതല്ലേ? ഇതെന്താ? ഇത് തുറന്നോ? ഇത് തുറക്കണ്ട. ഇതെന്താ? അത് നമ്മുടെ ലഗേജ് ടാഗ് ഇല്ലേ? ലഗേജും കണ്ടിരിക്കാം. Love with all your heart, listen to your heart, it will show you the way. ഒരു പോസ്റ്റ് കാർഡ് ഒക്കെ പോലെ കേട്ടോ. നോക്കൂ, എടുക്കട്ടെ. ഇത് പാസ്വേഡ് ഹോൾഡറാ. നൈസ്. Thank you so much. Thank you to Milestream, and especially thank you to Junais Malludon. നന്ദിയുണ്ട്. അതെ, ഇത് തിരിച്ച് റൂമിൽ തന്നെ വെക്കാം. ഞാൻ റൂമിൽ വെച്ചോ. സൂപ്പർ, താങ്ക് യു. ഓക്കെ, ബസ്സിൽ വേണേ ബസ്സിൽ വെക്കാം, റൂമിൽ വെക്കാൻ. റൂമിലേക്കാണ് അവർക്ക് ഞാൻ കൊടുത്താ. എക്സ്പ്രഷൻ നല്ല രസമുണ്ട്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ജുനൈസ് തന്നു, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ജുനൈസിക്ക് മുട്ടായി തന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പൊളിക്കാൻ പോവല്ലേ? ഫസ്റ്റ് നമ്മളിവിടെ മധുറ സോറി അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാന്ന് നോക്കിയിട്ട് പറയാം. ആ തീം പാർക്കിലോട്ടാണ് പോണേ.
അത് കഴിഞ്ഞ് നമ്മൾ നമ്മളിന്ന് ക്രൂസിൽ പോയില്ലേ? ഇന്ന് ഈവനിങ്. ഓക്കെ. നമുക്ക് ഇന്ന് രാവിലെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ഇന്നോ? ആ നമ്മുടെ നാളെയും ബർത്ത് ഡേറ്റ് നാളെയും 12 അല്ലേ? 10-12 അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. മറ്റന്നാള് ഫ്രാൻസിൽ ഒരാളുടെ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ? അത് കൊടുക്കോ? അത് നമുക്ക് കോൾ ചെയ്തിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് ചെയ്യാം. 15ന്. ആ അപ്പോ നമ്മുടെ ജുനൈസ് അഭിനയിക്കുന്ന സിനിമയുടെ 2 ആൾക്കാർ, മെയിൻ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഹായ്. അപ്പോൾ പ്രേംപാറ്റ സിനിമയുടെ ഡയറക്ടറിന്റെ വൈഫാണ്. ഡയറക്ടർ ആമിർ പള്ളിക്കൽ, വൈഫിന്റെ പേര് ആയിഷ. അപ്പോൾ ആയിഷയുടെ ഒരു മോനാണ്. ഹായ്. ഹായ്. പിന്നെ നമ്മുടെ ആ സിനിമയുടെ തന്നെ റൈറ്ററായ മഞ്ജു. സോറി, ലിജീഷ് കുമാറിന്റെ വൈഫ് മഞ്ജു. ഓക്കെ. ഇത് നമ്മുടെ സ്വന്തം, ഇന്നലെ നമ്മളെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മോനാണേ. പേര് പറയൂ. സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? സിനിമയിൽ അഭിനയിച്ച ആളാണ്, നമ്മുടെ താരാണ് ജുനൈസിന്റെ. അതെ, അതെനിക്ക് അതെ നല്ല എക്സൈറ്റ്മെന്റ്. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? നമുക്ക് ആഘോഷിക്കാം. അതെ, നമുക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഇതാക്കണ്ടേ? നമ്മളൊക്കെ ഏത് പ്രായത്തിലാണ് വന്നത്? 8ാം ക്ലാസ്സിലോട്ട് പഠിക്കുന്നത്. കോഴിക്കോടാണ് ഇവരുടെ വീട്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പ്രായത്തിലാണ് വന്നത്. ഈ സമയത്ത് യൂറോപ്പിൽ വന്നു. ഹാപ്പി അല്ലേ? കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ പോയ ആംസ്റ്റർഡാമിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട്. റൊണാൾഡോ ക്ലാസ് എടുക്കാണ്. നമ്മളിന്ന് രാവിലത്തെ ഐറ്റിനറി ഫസ്റ്റ് ഒരു 50 മിനിറ്റ് ഉണ്ട് ട്രാവൽ ചെയ്തിട്ട് വേണം പോവാൻ. നമ്മൾ എന്തൊരു മ്യൂസിയത്തിലേക്ക് പോകണം. പേരറിയില്ല, പേരവിടെ വന്നിട്ട് ചെന്നിട്ട് പറയാം. എന്താ ജുനൈസ്, നമ്മളിന്ന് പോണ മ്യൂസിയത്തിന്റെ പേരെന്താ? നല്ല ആംഗിൾ ഇട്ടോ അവിടുന്ന് എടുക്കുമ്പോ. അല്ല, ഞാൻ ഫോട്ടോ എടുത്തതാണെങ്കിൽ മധുറാം തീം പാർക്ക്. Everyone should come once in a lifetime to Europe. അല്ലേ? എപ്പടി ഇருக்கு? നല്ല നല്ല വ്യൂ കിട്ടും അവിടുന്ന്. ആകാശം കിട്ടുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടിയാവും. ഇവിടെയൊക്കെ എയറോപ്ലെയിനൊക്കെ പുറത്തിങ്ങനെ എയർപോർട്ട് പറഞ്ഞൊരു സംഭവം വലിയ ഉണ്ട്. കറക്റ്റ് ആയിട്ട് മൊബൈലിലാണ് ഭയങ്കര രസമുള്ള സ്ഥലമുണ്ടോ? വീടുകള് വേൾഡ് വാറിന്റെ സമയത്ത് ജർമ്മനി എല്ലാം തകർന്നല്ലോ, യൂറോപ്പ് മൊത്തം തകർന്ന സമയത്ത് അന്ന് ആൾക്കാർ കള്ളപ്പണം സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു സ്വിറ്റ്സർലാൻഡ്. സ്വിസ് ബാങ്ക് ഇല്ല വേൾഡ്, അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലാൻഡിനെ ആരും അറ്റാക്ക് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് അന്ന് തൊട്ടുള്ള പൈസ ഭയങ്കര
പക്ഷെ അവർ നോർമൽ വില്ലേജ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ. അവരുടെ മോട്ടീവ് തന്നെ എല്ലാ ഇയറിലും കോമ്പറ്റീഷനാണ്. സ്വിറ്റ്സർലാൻഡും ഫിൻലാൻഡും സമാധാനം ഏറ്റവും കൂടുതൽ പീസ് ആയിട്ടുള്ള കൺട്രിയാണ്. കമ്പനീസ് ഏരിയ ആണ്. ഡെലോയിറ്റ് കണ്ടു. ഇവിടെ ഫുള്ള് ദിസ് ഈസ് ദ മെയിൻ സിറ്റി. ഇത് മറ്റേ IT സിറ്റി ആണു ഇവിടെ. നല്ല അടിപൊളി പാർക്ക്. നോക്കിയാ നടുവിൽ നോക്കി വന്നിട്ട് കുറെ ഹാർഡുകള് കണ്ടാ. ഇത് വൃത്തി ഭയങ്കര വൃത്തിയല്ലേ. നല്ലൊരു ഡോഗ്. സെൻട്രൽ ഏഷ്യൻ ഷെപ്പേർഡ്. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. മഡ്രോ ഡാം. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് മധുറോ ഡാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, മധുറോ ഡാം. മധുറോ ഡാം. എല്ലാരും വരുമോ? നമുക്ക് അതിലൂടെ കുറെ സമയമുണ്ട്. ഒരുമിച്ച് എൻട്രി ചെയ്യാൻ പറ്റുമോ? കുറെ സമയം ഉള്ളിൽ പോയി വേഗം ഇറങ്ങാറിയോ? അപ്പം അതാണ് എൻട്രി. അപ്പം നമ്മുടെ ടിക്കറ്റാണിത്. മഡ്രോ ഡാം. എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെടുന്നു. എനിക്കിത് മൊബൈലിൽ കാണാനാണ് ഏറ്റവും രസം. ഇതാണ് നമ്മുടെ കൊച്ചു ആംസ്റ്റർഡാം. ടേസ്റ്റ് ഓഫ് ഹോളണ്ട് ഫുഡ് തോന്നുന്നുണ്ട്. ആണോ? ഇതൊക്കെ മുകളിൽ പോണ്. വാട്ടർ വൂൾഫ്. പിന്നെ ഇത് നമ്മുടെ ക്രൂയിസിന്റെ ഓപ്പറേഷൻസ് ഒക്കെ കാണിക്കുന്നത് തോന്നുന്നുണ്ട്. ഇതൊരു തീം പാർക്കാണ്. മീൻസ് റൈഡുകളൊന്നുമില്ല, തീം പാർക്ക് ഏരിയ. ഓ, ഇവരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവരാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതില്. മാഡ്രിഡാം. മാഡ്രിഡാം ഒരു തീം പാർക്ക്. ഞാൻ നടക്കാൻ പറ്റില്ല. നടന്നോട്ടെ. അവരെ മുന്നിലൂടെ. അവിടെ ഫയർ വരുമ്പോ ഇവിടെ സ്പ്രേ അടിക്കണം, സ്പ്രേ ചെയ്യണം വാട്ടർ. എന്റെ കറക്റ്റ് പൊസിഷൻ വരുന്നില്ല. മീമികൾ കുറേ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു മിനിയേച്ചർ തന്നെയാണ് ആംസ്റ്റർഡാമിന്റെ. പക്ഷെ ഇവിടെ ഒരു ഫയർ വരുമ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ആണ്. ഫയർ വരുമ്പോൾ വാട്ടർ അവിടെ ട്രെയിനൊക്കെ പോകണ്ടല്ലോ. അതിനെ കൊടുക്കണോ?
അതിന്റെ വായ എവിടെയാണ് ഇങ്ങോട്ട് വരും. വരുന്നില്ലേ? അതെ അവിടേക്ക് അങ്ങോട്ട് വരാൻ. അങ്ങോട്ട് ചെല്ലാൻ ജൂനിയേഴ്സിന്റെ സൈഡിക്ക് കുട്ടികൾക്കുള്ള ഏരിയ ആണ്. കുട്ടികളുടെ തീം പാർക്കാണ്, എന്നാലും നമ്മ നല്ല രസമുണ്ട്. അപ്പോൾ സായി അവിടുന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള മീനിന് കൊടുക്കട്ടോ. അതാണ് നമ്മുടെ കനാൽ ടൈപ്പ് ആംസ്റ്റർഡാമിലെ. Elke euro die wij iets maken, dan terug de maatschappij. Doen we het met u aan het kinderfonds. Een sticker staan, een klein filmpje, een minuutje opwinnen. ഇവരോടും പറഞ്ഞത് നമ്മളോടും പറഞ്ഞത് ഉണ്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ളൊരു ഒരു ഇതാണ്. ഇത് കണ്ട് ശരിക്കും ഒറിജിനൽ തോന്നിച്ചേ. ഇവിടെ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഭംഗിയായ ഈ സ്ഥലം കാണാൻ അറിയോ? ആംസ്റ്റർഡാമിൽ വരുന്നവർക്ക് നമ്മുടെ ആംസ്റ്റർഡാമിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണിത് കാണാൻ പറ്റുക. അവരുടെ ആർക്കിടെക്ചർ, അവരുടെ സ്റ്റൈല്. അങ്ങനെ അതെന്താ സംഭവം? നോക്കൂ, ഇതെന്താ ബെല്ലടിക്കുക? മ്യൂസിക്കോ? ഇത് ചെയ്യുമ്പോ നമുക്ക് മ്യൂസിക് കേൾക്കാം. കൈ കൊടുങ്ങും. മ്യൂസിക് കേൾക്കാൻ വേണ്ടിട്ടാണുള്ളത്. ഏറ്റവും രസം എന്താ വെച്ചാൽ ഈ മിനിയേച്ചർ ഇങ്ങനെ ഓരോ കുഞ്ഞി കുഞ്ഞി എലമെന്റ്സ് കൊടുത്താണ് ഏറ്റവും നല്ല രസം. ഇവിടെ ഇങ്ങനെ ആണ്. ഇതൊക്കെ കണ്ട് ഒറിജിനൽ തോന്നും, പക്ഷേ ഇത് ഒറിജിനൽ അല്ല. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനത്തെ കുറേ മോണ്യുമെന്റ്സും ആർക്കിടെക്ചർ ടൈപ്പും കണ്ടോ. കാറൊക്കെ വെച്ചിരിക്കുന്നത്, കാറ് ആൾക്കാർ നടന്നു പോണത്. ഓരോ ആൾക്കാരെ പ്ലേസ് ചെയ്ത രീതിയും ഓരോ സിമ്പിൾ മൈന്യൂട്ട് എലമെന്റ്സും കൂടി കയറ്റി വെച്ചു. നല്ല രസമുണ്ട്. ഇവിടുത്തെ ആർക്കിടെക്ചർ അടിപൊളി. എന്തായാലും നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ആൾക്കാരൊന്നും തൊടാനൊന്നും പിടിക്കാനൊന്നും വരുന്നില്ല. എല്ലാവരും നല്ല രസമായിട്ട് സൈഡിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. കാറ്, ചെറിയ കുഞ്ഞു കുഞ്ഞി ആൾക്കാരെ ഇത്. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇത് 4 സഹായിക്കോ? നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കട്ടെ ഇവിടെ എന്താന്നുള്ളത്.
ഇതാണ് ഇതിന്റെ ഉള്ളിൽ കേട്ടോ. ഓ അടിപൊളിയാണ് കേട്ടോ. എന്താ വെള്ള കുട്ടികൾക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. കണ്ട വീഡിയോയില് അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തല ഇറങ്ങും. സത്യം പറഞ്ഞാൽ നമുക്ക് ആകെ കിളി പോയ അവസ്ഥ, ഒരു മന്ദപ്പ് പോലെ തോന്നും. അതിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ടാണ് കയറുന്നത്. ഇവിടെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കേട്ടോ. എന്താണെന്ന് എനിക്ക് കണ്ടറിയില്ല. ഇവിടുത്തെ കുറേ സംസ്കാരങ്ങൾ, അതായത് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടോ. ഇതൊക്കെ നല്ല ഒറിജിനാലിറ്റി പറയുന്ന സംഭവം. ഇതൊക്കെ ഇത് ഇവിടെ ഉണ്ടോ ഒരു പാലോ എന്തോ ഒഴിക്കുന്ന പോലെ ഒരു ഫീല്. അത് നല്ല രസമുണ്ട് കേട്ടോ. എന്തൊക്കെയോ കല്ലുണ്ട് ഇവിടെ. ഇങ്ങനെ കുറേ പെയിന്റിങ്സും. എനിക്ക് സത്യം ഇപ്പം തലകറങ്ങുന്നുണ്ട്. എനിക്ക് തലകറങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയോ സംഭവങ്ങളാണ് അതെ. എന്താ 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 ഒന്ന് പറഞ്ഞൊരു. അതായത് നമ്മള് ഫ്രാൻസിലെ ലൂർ മ്യൂസിയത്തിൽ പോകുന്നുണ്ട്. വേൾഡിലെ എല്ലാ ഒറിജിനൽ ആയിട്ടുള്ള ഇൻക്ലൂഡിങ് മോണാലിസ ഉൾപ്പെടെയുള്ള എല്ലാ ഇരുട്ടാണ് ഇവിടെ ഫുള്ള്. പക്ഷെ ഇവിടെ നല്ല നല്ല വൈബ് കിട്ടും ഇവിടെയൊക്കെ. ഇപ്പൊ മറക്കണ്ട, യൂറോപ്പ് വരുന്ന ആംസ്റ്റർഡാം വരുന്ന ഒരു എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇത് ഗിത്താറില്ലേ, ഞാൻ എന്താ വിചാരിച്ചത് പെട്ടെന്ന്. നല്ലോണം നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വിൻസെന്റ് വാൻ ഗോഗ്. ഇത് ഫുള്ള് കുട്ടികളുടെ ഏരിയ ആണ്. ഒരു പാർക്ക് ഏരിയ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഭയങ്കര ഭയങ്കര രസം. പക്ഷെ നേരത്തെ ഇക്കാർക്കം വന്നത്. ഇത് എന്താ ഇവിടെ ഒരു വലിയ ബോട്ട്. അയച്ചിട്ടുണ്ട് കേട്ടോ അത്. എവരി 5 minutes. ആറ് പേർക്ക് മാത്രം റൈഡ് പോകാൻ പറ്റുന്നുണ്ട്. 6 പേര്. ഇത് ഫുള്ള് ബഹളാണ്. ഡോർ ഓപ്പൺ ആയിട്ട് നമ്മൾ കാണിക്കും. പക്ഷെ ഇവിടെയാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത്. അയ്യോ റൈഡ് ബാക്കിലാണോ ഫ്രണ്ട് ഇരിക്കണോ?
നമ്മൾ റൈഡ് പോണ്. മരമില്ല. അപ്പൊ നമ്മള് 3 നല്ല രസമുണ്ട്. ടാറ്റ. ഈ സ്റ്റോറിയിലാണ് കാണിച്ചു തരുന്നത്. സ്റ്റോറി കാണിച്ചതാ. നമ്മൾ വിചാരിച്ച 4 നമ്മുടെ ബാക്കിലോ വണ്ടി വരുന്ന, പക്ഷെ അതിന് 4 സെപ്പറേറ്റ് വണ്ടികളാണ്. Bye. കാറ്റ് വരുന്ന. അമ്മേ വീടുണ്ടോ? റൈഡ് ഒന്നും കാണില്ല, ഫുള്ളി ഇരുട്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. 5 മിനിറ്റ് റൈഡ്. എവരി 5 മിനിറ്റാണ് അടുത്ത ടീം വരുന്നത്. ഓരോ ഇതിലും 6 പേരുണ്ടാവും. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നീ വേഗം പോലെ നമ്മുടെ ടീം. പക്ഷെ സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആരെയും അറിയില്ല, പേഴ്സണലി ആരും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ 10 ആൾക്കാരെ, ഇപ്പൊ എല്ലാം കൂടെ 30 ആൾക്കാരെയാണ്. ഹോസ്റ്റൽ പറയാൻ 10 ആൾക്കാരെ കാണുള്ളൂ. എവിടെ ജസീർ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഇറക്കി ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാട്ടോ കൊണ്ട്. നമ്മൾ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ബോംബെ പാലസ്, ഇന്ത്യ സ്പെഷ്യാലിറ്റീസ്. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ അല്ലേ. ടേസ്റ്റ് ഉണ്ടോ? പായസവും ഐസ്ക്രീമും കൂടി മിക്സ് ആക്കിയിട്ടില്ല. ഞാൻ കുറച്ച് ബാക്കിയാക്കി. എന്തായാലും ചാപ്പ അതിലൊപ്പം പോയിട്ടൊരു സ്റ്റോറി. ഇനി നമ്മൾ പോണത് ഒരു ചീസ് ഫാക്ടറിയിലേക്കാണ്.
അതായത് ചീസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, ചീസും പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം തന്നെ ജൂനിയേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇനി അവിടേക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് നിന്ന് 1 മണിക്കൂർ 10 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂറായി. അപ്പോൾ നമ്മൾ ഫ്രഷ് ചീസ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ പോവാണ്, ബസ്സിലാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പോണ വഴിക്ക് തന്നെ നോർമൽ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ മുന്നേ കാണിച്ചത് അതേ ഒരു പച്ചപ്പും ഹരിതാപൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വിൻഡ് മില്ലൊക്കെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. വിൻഡ് മില്ലൊക്കെ കാണില്ല. വിൻഡ് മില്ല് ഉറങ്ങാൻ ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ സമയം. സോറി എന്തേ ഇങ്ങനെ കോട്ടായിട്ടില്ല, എനിക്ക് ഇന്ന സമയത്ത് മാത്രമേ പോകാൻ പറ്റൂ. ഈ സമയം ഉച്ചയാണ്. എനിക്ക് ആ ഒരു 10 നമ്മൾ ചീസ് ഫാക്ടറിയിൽ പോയിട്ട് ബാക്കി ശരിക്കും ഇവിടെ നടക്കണം. ആ വീഡിയോയില് മൊബൈലിൽ നല്ല രസമാണ്. ഫോട്ടോ എടുക്കാൻ അറിയാത്തുള്ളൂ. നേരിട്ട് ഫോണില ഫോൺ നല്ല ഭംഗിയുണ്ട്. ഓ 10 out of 10. അങ്ങനെയാണ് റീല് സ്ക്രോൾ ചെയ്ത് കണ്ടാ പോലെ കഷ്ടപ്പെട്ട് ഇവിടെ വരാ. ഇതൊക്കെയാണ് യൂറോപ്യൻ ആർക്കിടെക്ചർ ഉണ്ടല്ലോ. സൺഷൈൻ ഇല്ലാതെ ഇവിടെ എല്ലായിടത്തും അങ്ങനെ മഴ ഇല്ലാത്തോണ്ടാ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ചീസ് ഫാക്ടറി ഉള്ള ഏരിയയിൽ. അപ്പോൾ ചീസ് ഫാക്ടറിക്ക് നമ്മളിനി പോണത്. അപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒളൻഡാമോ ഒളൻഡാം പറഞ്ഞ സ്ഥലത്ത് ആണ് എത്തിയത്. ചീസ് ഫാക്ടറി ആംസ്റ്റർഡാം സ്ഥലത്തിന് വേണമെങ്കിൽ പടിഞ്ഞാറ്റൂർ ഇടാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കിയാലോ. വോളൻഡാം ഞാൻ പറഞ്ഞേ. ഇപ്പൊ നമ്മള് പോണത് ഇവിടുത്തെ വീടുകളുടെ ഒക്കെ ഒരു ഭംഗി. ഹോളണ്ട് ഹബേസം പാർക്ക്. ഇതൊക്കെ കുഞ്ഞു വീടാട്ടത്. എല്ലാവർക്കും ആൾക്കാർ, എനിക്ക് ഇങ്ങനത്തെ വീടിൻ്റെ, ഞാൻ പറയാം വീടുണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. ചിലവില്ല. പുറത്തൊക്കെ ഒക്കെ നല്ല രസമായിട്ട് വെച്ചിട്ട് നോക്കിച്ചിട്ട്. ഇവിടുത്തെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. പിന്നെ ഇവിടെ ബീച്ച് സൈഡാണ്. നമ്മൾ കോഫി ഫാക്ടറിയിലേക്ക് പോവാണ്. ഓരോ വീടിങ്ങനെ ഇൻഡിവിജ്വൽ വീടാണ്. സോറി മാറിക്കാനാ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന സ്ട്രീറ്റാണ് കേട്ടത്. ഈ സ്ട്രീറ്റ് നമുക്ക് കാണാൻ നല്ല രസമാണ്, നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. സുവനീസ് കുറേ ഉണ്ട്. വെറൈറ്റി ഷൂസ് ഉണ്ട്, എന്താ അറിയില്ല. ബീച്ച് സൈഡാണിത്.
ഒരു ക്രൂയിസ് PR സെയിൽ എന്നിട്ട് ക്രൂയിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വീടുകളും ഇവിടെ കുറേ ഷോപ്സ് ഉള്ള ഏരിയ ആണ്. ആ അയ്യോടെ അവിടെ സ്ട്രീറ്റും ഷിപ്സൊക്കെ ഉള്ള ഏരിയ. ഷിപ്പല്ല, ബോട്ടൊക്കെ. ഇവിടെ കാണുന്ന എന്തോ ഒരു പ്രത്യേക തരം പറവയാണ്. സീഗൾസോ? നിങ്ങൾ നോക്കണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മളിവിടെ വേഫിൾസ് കണ്ടത്, €2. ടേസ്റ്റ് ഉണ്ടോ? ഒന്നും കുഴപ്പമില്ല. ഹോം മെയ്ഡ്. തന്നോളൂ. താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് വാങ്ങി തന്നതാണ് ഒരു പാൻ കേക്ക്. എങ്ങനെയുണ്ട് പാൻ കേക്ക്? ദോശ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ദോശയാ? ആ, ഇത് വെറും ക്രീമോ? അപ്പോൾ നമ്മൾ സ്ട്രീറ്റൊക്കെ കണ്ടിട്ട് പോവാണ്. ഇവിടുന്ന് സുവനീർ വാങ്ങിയിട്ടില്ല, ഇനി വേറെ സ്ഥലത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ജുനൈസ്. ഇവിടെ സ്ട്രീറ്റ് കാണാൻ പക്ഷേ നല്ല രസമുണ്ട്. എല്ലാത്തിനും നല്ല വിലയാണ്. എന്തായാലും ഒരു ടുലിപ്പിന് 150 രൂപ, അത് 1.90, അത് 200 രൂപേൻ്റെ മുകളിലുണ്ട് ഒരു ഒരൊറ്റ ടുലിപ്പിന്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവില്ലേ, എന്ത് ഷോപ്പിങ്ങും നടത്തിയിട്ടില്ല. അപ്പോൾ അപ്പുറത്ത് കണ്ണാണ് വലിയ ഇൻഫ്ലുവൻസർ ഫായിസ്. ഹലോ ഹായ്. ഞാനോ? ഞാൻ വലിയ സെലിബ്രിറ്റിയാണ്, ഇൻഫ്ലുവൻസറാണ്. അങ്ങനെയാണ് ജുനൈസ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. റൊണാൾഡോ ഓട്. നമ്മുടെ റൊണാൾഡോ അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈമില്ലാത്തതുകൊണ്ട് ചീസ് ഫാക്ടറി കട്ട് ചെയ്തിട്ട് നേരെ ക്രൂസിലേക്ക് പോവാണ്, കനാൽ ക്രൂസ്. കാരണം നമ്മളിപ്പോൾ ലേറ്റ് ആവും. അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പോയിട്ട് എന്താ പറയുക, എന്തായാലും 1 hour കനാൽ ക്രൂസിൻ്റെ ടൈം. അഥവാ ചീസ് ഫാക്ടറിയിൽ പോയിട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ടൈം ചിലപ്പോൾ കട്ട് ചെയ്യും. അതിന് പകരം നമുക്ക് കനാൽ ക്രൂസിൽ പോകണമെങ്കിൽ നന്നാവുക. അപ്പോൾ എന്തായാലും ചീസ് ഫാക്ടറി പോട്ടെ, സാറില്ല. നമുക്ക് ഇനി അടുത്തത് കനാൽ ക്രൂസിൽ പോയിട്ട് എൻജോയ് ചെയ്യും. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മോൻ്റെ പ്രണയ് എന്നാണ് പേര്. ഇവൻ്റെയാണ് ബർത്ത്ഡേ പാർട്ടി അല്ലേ? കോഴിക്കോട്ടെ സിനിമ താരനുണ്ട് അല്ലേ? ബാലതാരം. അവാർഡ് വാങ്ങോ? അവാർഡ് വാങ്ങണട്ടോ. വലുതായിട്ട് വലിയ സൂപ്പർ സ്റ്റാർ ആവണം. അതിന്റെ സത്യാവസ്ഥ. വോളൻ ഡാം. അപ്പോൾ നമ്മൾ വോളൻ ഡാമിൽ നിന്ന് ഇവിടെ പറയാണ്, നേരെ ഇനി ക്രൂസിലേക്ക് പോവാണ്. ഇന്നലെ അധികം സ്ഥലത്ത് പോയിട്ടില്ല. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ അവിടുത്തെ ക്രൂസിൽ പോകാൻ, ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ക്രൂസിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിനി ക്രൂസിലേക്ക് കയറാൻ പോവാണ്. 1 hour അതിൽ യാത്ര. അപ്പോൾ നമ്മളിവിടെ ബസ് നിർത്തി. നമുക്കൊരു 15 മിനിറ്റ്സ് നടക്കാനുണ്ട്. ഇവിടെ ഫുള്ള് കോളേജ് വിട്ട സമയം കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇവിടെയുള്ള കുട്ടികളെ എങ്ങനെയാണ് പോകുന്നുള്ളത്. ഒക്കെ എല്ലാവരും സൈക്കിളിലാണ്. ഇതൊക്കെ കുറേ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ഫുള്ള് സൈക്കിളിലാണ് ഇവരെ യാത്രകൾ. ഇത് മറ്റേ ജങ്കാറ് പോലെ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. സൈക്കിളിൽ പോണത്
മെട്രോ ട്രെയിൻ പോണു കണ്ടോ? ട്രെയിൻ പോണത് കണ്ടോ? അപ്പോൾ നമ്മൾ ക്രൂസിൽ കയറാൻ വേണ്ടി നടക്കുകയാണ്. ഇന്നലെ വന്ന സ്ഥലം തന്നെയാണ്. ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വെയിലാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. 15-16 ഡിഗ്രി സമ്മർ ഇവിടുത്തെ സമ്മർ. പോണ വഴിക്കത് ഇതിലേതാ കുട്ടി? റൊണാൾഡോ കുട്ടികളുടെ കൂടെ നടക്കുന്നുണ്ട്. ജുനുക്കുട്ടൻ. അപ്പോൾ നമ്മളിതാ കനാൽ ക്രൂയിസിൽ പോവാണേ. ഇതാണ് ക്രൂസ്. ക്രൂസിൽ പോവാൻ റെഡി അല്ലേ? റെഡി അല്ലേ? നമ്മുടെ ഗൈഡ് യെസ്. നമ്മൾ കയറാൻ പോണ കനാൽ ക്രൂസിൻ്റെ അവിടെ എത്തി. അപ്പം നമ്മൾ ക്രൂസിൽ കയറാൻ പോണ്. ഫ്ലവേഴ്സൊക്കെ വെച്ചുള്ള ക്രൂസ് അടിപൊളിയാണ്. അപ്പം നമ്മൾ ക്രൂസിൽ കയറുകയാണ്. എവിടെ ഇരിക്കേ? ഇവിടെ ഇരിക്കേ? നമ്മൾ ക്രൂസിൽ കയറിയിട്ടില്ലേ? അതെ. അപ്പോൾ നമ്മൾ ക്രൂസിൽ കയറിയില്ലേ? ഇനി ക്രൂയിസ് യാത്ര കുറച്ച് നേരത്തേക്ക്. ഇതാ നമ്മുടെ ക്യാപ്റ്റൻ. ബോട്ടിൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു, ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പേരെന്തോ ഗൗരി എന്നോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിൽ ടോയ്ലറ്റൊക്കെ ഉണ്ട്. എന്തായാലും ഇതടുത്ത് ക്യാപ്റ്റൻ. നമുക്ക് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിലിടാൻ വേണ്ടിയിട്ട്. നമുക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതായത് ഇംഗ്ലീഷിനൊക്കെ ഉണ്ട്. നമ്മുടെ ഒറിജിനൽ guide will start behind the second bridge, so it's alright that you don't hear now anything now, but it will start behind that bridge over there. സംസാരിക്കാൻ തുടങ്ങുന്നു ഗൈഡ് ഇതിലൊന്നും. എന്ത്? സെന്റ് ബെസിലിക്കാസ്. ഈ ഇയർ ഫോൺ വെച്ചിട്ട് നമുക്ക് ഇവരിവിടെ ഓരോ കാര്യം പറഞ്ഞുതരും. റൈറ്റ് സൈഡിൽ ഇന്നതാണുള്ളത്, ഒരു ചർച്ച് ഉണ്ട്, അതുണ്ട്, ഇതുകൊണ്ട് അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇയർ ഹെഡ്സെറ്റ് വെച്ച് പറഞ്ഞുതരും, മനസ്സിലാവും. ഞാനിത് ഫുള്ള് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെന്നുള്ളത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്തൊക്കെ ഓരോ മോണുമെൻറ്റ്സോ ചർച്ചസോ കാത്തഡ്രൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരണം അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ. അതങ്ങനെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ചൈനീസ് സീ പാലസ്. എന്താണ് ഓൺലി കഫേ ഈവൻ ബിഫോർ ഡ്രിങ്ക്, ബിഫോർ ഈവൻ യു ഡ്രിങ്ക്. പൂക്കളുള്ള കറി. ഫ്ലീ മാർക്കറ്റ്.
But we also have a nickname for them. We also call them the drunken houses because they are leaning to the left, leaning to the right, and they look like they're having a nice time together. Yeah. And so that's why the drunken houses. But ironically enough, there's still one standing straight, and that's the Mulligan's Bar. He's not that drunk. And in the fourth house here lived the famous painter Claude Monet. And he painted the Southern Church here on the left side. And we have the live view, that's much better I think. But if you would like to see the beautiful painting of Claude Monet in real time, then you have to go to Philadelphia because it's hanging there in the Museum of Art. നമ്മുടെ ഡ്രങ്കൻ ഹൗസാണിത്. അതാണ് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞു. ഒപ്പേറ ഹൗസ്, നാഷണൽ ഒപ്പേറ ഹൗസ്. അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഒരു പ്രൊട്ടസ്റ്റിലൂടെ ഉണ്ടാക്കിയതാണ്. അതിനൊരു നിക് നെയിം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. മ്യൂസിയം. ഒരു മ്യൂസിയമാണ് റൈറ്റ് സൈഡിൽ. We will find one of the most expensive hotels of Amsterdam, and this one is called the Willet Holthuizen. Sorry, the Willet. No, we already passed the Willet Holthuizen. No, the Waldorf Astoria. It was early this morning. On the outside, it's just like a row of houses. But except the corners and everything in between makes up one big hotel. They're all interconnected with each other. And they are not allowed to change it anymore because we are UNESCO World Heritage since 2010. So it will stay like it is now. As said, it's very expensive, but for that money you will get a nice guy at the front door welcome you every time you enter the hotel. So that's nice. That's worth the money, I think. Inside also 2-star Michelin restaurant. So if you want to spend some money in Amsterdam, then this is your place to be. വാൽഡ്രോഫ് എന്തറിയോ, മോസ്റ്റ് എക്സ്പെൻസീവ് ഹോട്ടല് കണ്ടു. ഇതെല്ലാം കൂടി അറ്റാച്ച്ഡ് ആണ്. ഇത് മോസ്റ്റ് എക്സ്പെൻസീവ് ഹോട്ടലാണ്. എല്ലാം കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വലിയ ഹോട്ടൽ. Just after the next bridge, on the left side, we will have a view of 7 arched stone bridges in a row. 7 arch bridges. And this is called the Reguliersgracht, which can only be seen from the water side. വാട്ടർ സൈഡിൽ മാത്രമേ ഈ ഹോട്ടൽ കാണാൻ പറ്റുള്ളൂ. Ponte Arcori restaurant. Seven stone arch bridges. Was blocking the view, but if you ask Google, you have many beautiful pictures of the Reguliersgracht, and if you use them for your photo album, I will not tell anyone. Most famous place ആണത് ഫോട്ടോ എടുക്കാൻ പറ്റിയത്. പക്ഷെ അത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞ അവിടുത്തെ കുറേ സൈന്യങ്ങൾ. Because for the first time in history, and our history is 750 years, last year, so we are actually 751 years old now. We do have a female mayor, and her name is Femke Halsema. So girl power.
കനാൽ സൈഡ് ഹൗസസ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് അവരിത് കൂടുതലും ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഹൗസൊന്നും ആരും വാങ്ങില്ല കനാൽ സൈഡ്. 2 പേരാണ് ഈ സിറ്റി ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. ആംസ്റ്റർഡാം എന്നിട്ട് ഡാം ഏരിയ തന്നെയായിരുന്നു. അത് 2 പേര് കഴിഞ്ഞിട്ട് വാഷ് ഔട്ടായി എന്നൊക്കെ പറഞ്ഞു. ഉണ്ടാക്കിയ ആളുടെ പേര് ആംസ്റ്റർഡാം തോന്നുന്നു. അതിൻ്റെ ഹിസ്റ്ററി കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ അവിടെ പ്ലേക്ക് വന്നിട്ട് കുറേ പേര് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് കാണുന്ന ലെഫ്റ്റിലുള്ള 2 വീടുകളുണ്ടാക്കി ട്വിൻ സിസ്റ്റേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു. Audio guide told you about the sisters here, but we also have the brothers. Those brown houses. ബ്രൗൺ ഹൗസസ്. ഇവിടെയാണ് ട്വിൻ സിസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞത്. ബ്രൗൺ ഹൗസസ്. It's after the bridge. Look around. Look who's first. ഇത് ടൈനിയസ്റ്റ്. It is black, but it's not the one you see, I think. Anyone? Do you see it? Smallest house of this canal. Here, on the right side of the Heineken sign. 1 meter and 15 centimeters. That was because in the past people had to pay taxes based on the width of their house. So a smart shoemaker in the past wanted to live along this canal and build this house. ടൈനിയസ്റ്റ് ഹൗസ്. And I was told that the bedroom is in front. So I do think they have to sleep on top of each other because there's no space to sleep next to each other. And maybe that's the reason why the house is for sale every 9 months. Nice area. I recommend this. ബെസ്റ്റ് ഏരിയ ഫോർ ഷോപ്പിംഗ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഹൗസ് നമ്പർ ഇട്ടുണ്ട്. കുഞ്ഞ് ഹൗസസ് ആണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ വീടുകളാണ്. കനാൽ സൈഡ് വീടുകളൊക്കെ. വീടുകൊണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുക. കാരണം ഇവിടെ കനാൽ സൈഡ് ഹൗസ് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുക. പക്ഷെ എടുക്കുന്ന ആ ഒരു സംഭവമല്ല. ഹൗസ് നമ്പേഴ്സ് കണ്ടറിയാം അതെങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. ഇതൊരു ബാങ്കറിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരൻ്റെ ബിൽഡിംഗ് ആണ്. 1617 ഉണ്ടാക്കിയതാണ്. ഒരു അങ്കിളുടെ അടുത്ത് വാങ്ങി പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ബാങ്കറാണ് ഇയാള്. ഇവിടുത്തെ വീടുകളുടെ സ്ട്രക്ചറൊക്കെ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ. ബിസിനസ്സിനായിട്ട് യൂസ് ചെയ്യും, വീടുകളായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വെക്കത്തില്ല ഇവിടെ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കനാലും ഹൗസും തമ്മിൽ Maybe nice to know, but 2 ഒരു months ഒരേപോലത്തെ ago ലുക്ക് Brad കിട്ടാൻ Pitt was in the city. He was recording here maybe next year, but it's called The Riders, and they blocked the whole street here for that recording. So if you see the movie The Riders in future, then maybe you recognize things you saw here on the canals, the houses and the waters. ബ്രാഡ് പിറ്റിന്റെ മൂവി ഇവിടെ ഷൂട്ട് ചെയ്തത് ഈ ഇയർ ലാസ്റ്റ് വരും. റൈഡേഴ്സ് ഈ സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്തത്. ഇത് മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകെ 2500 ബോട്ട്സ് അലൗഡ് ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആരും വന്നാലും കൊടുക്കില്ല. പക്ഷെ അവർക്ക് മുകളിൽ സ്റ്റോറീസൊക്കെ ഉണ്ടാക്കാം. ബട്ട് 2500 മാത്രമേ ഇവിടെ ഹൗസ് ബോട്ട്സ് ഉണ്ട്, അവൈലബിൾ ആണ് മൊത്തത്തിൽ. ആംസ്റ്റർഡാമിൽ ഫേമസ് ബ്രൂവറി ഏരിയ ആണിത്. ഹൈനക്കൻ. ഇവിടെ ഹൈനക്കൻ എന്നാണ് പറയുക. ബ്രൂവറി സ്റ്റോഴ്സൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. നമ്മൾ ഏകദേശം തിരിച്ചെത്താനായിരിക്കുന്നു. നമ്മൾ കണ്ട IBC ഹോട്ടലൊക്കെ അവിടെ ഉണ്ട്. ബിയർ ഷോപ്പൊക്കെ അതാ. ആംസ്റ്റൽ ബിയർ.
നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സൂപ്പറായിരുന്നു. നല്ല നമ്മൾ ഈ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം. ഓരോ സ്റ്റോറി വന്നിരും. റൈറ്റ് സൈഡിലുള്ളതും ലെഫ്റ്റ് സൈഡിലുള്ള ഓരോ മോണ്യുമെന്റ്സ്, ഓരോ ഹൗസസ്, അതിനെക്കുറിച്ച് എല്ലാ സ്റ്റോറീസ്, ഹിസ്റ്ററിയും കാര്യങ്ങളും പറഞ്ഞു. നല്ല രസമായിരുന്നു. കറക്റ്റ് 1 hour ട്രാവൽ ചെയ്യുന്നു. 6 മണിക്ക് പുറപ്പെട്ടു, 7 മണിക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ടുള്ള പരിപാടി എന്താണെന്ന് അറിയില്ല. പോയി ജുനൈസ് എന്ന ടീം ഗ്രൂപ്പ് മാനേജറോട് ചോദിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങേണ്ട കേട്ടോ. ഇതാണ് നമ്മൾ പോയ ക്രൂയിസ്. 1 മണിക്കൂർ യാത്ര. അടിപൊളിയായിരുന്നു. എവിടെ? അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേ ഡിന്നർ. എങ്ങനെയുണ്ട്? ഇത് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ പുറത്തു പോയി. എസ്പെഷ്യലി ഇതേപോലെ യൂറോപ്പിലായില്ല, പക്ഷെ അല്ലെങ്കിലും ഇതായിട്ട് ബുക്കിട്ട് ഗ്രാബി എപ്പോഴും പോയത് മിഡിൽ ഈസ്റ്റ് അല്ല, എവിടെ പോയത് ഇന്ത്യൻ ഫുഡ് തന്നെ കിട്ടിയ നോർത്ത് ഇന്ത്യൻ താലി. നോർത്ത് ഇന്ത്യൻ. അതെ. ചിക്കൻ എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ പോണത് ഡാം സ്ക്വയറിലാണ്. ആംസ്റ്റർഡാമിലെ മെയിൻ സ്ട്രീറ്റ്. കുറേ ഷോപ്പിംഗ് ഏരിയകളാണ്. ഫുൾ ബിയർ ഒക്കെ ഏരിയയാണ്. ബിയറിൻ്റെ ഏരിയയാണ്. സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. മുമ്പത്തേക്കും ചാർജ് കസീനോ. ഇപ്പം നമ്മുടെ ഓൾഡ് ആംസ്റ്റർഡാമാണിത്. ഈ ഏരിയ ഫുള്ള് ഓൾഡ് ആംസ്റ്റർഡാമാണ്. ഫേമസ് ഫ്രൈസ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് 2 കേക്ക് വാങ്ങി. നമ്മുടെ ആൽബർട്ടൈൻ നിന്നാണ്, ഞങ്ങളുടെ ക്ലയൻറ്റ്, കമ്പനി ക്ലയൻറ്റ് എന്ന്. നമ്മൾ കനാലിൻ്റെ സൈഡിലൂടെ നടക്കുകയാണ്. ഭയങ്കര എസ്തെറ്റിക് സ്ഥലങ്ങൾ. ഒരു ആപ്പ് പ്രൊമോഷൻ മൊബൈൽ ആപ്പിൻ്റെ വർക്കാണ്. മൊബൈൽ ആപ്പിൻ്റെ ഒരു ഗ്ലോബൽ മൊബൈൽ ഇവൻ്റ് എപ്പോഴും മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ്. ഇതാണ് റെഡ് സ്ട്രീറ്റ് എന്ന് തോന്നുന്നു. റെഡ് ലൈറ്റ് ടാറ്റു. അതന്നെ റെഡ് ലൈറ്റ് ഷോപ്പ് തന്നെയാണ് റെഡ് സ്ട്രീറ്റ്. കാരണം ഞാൻ കണ്ടു, ഞാനും കണ്ടു, സായും കണ്ടു. ഇതധികം വീഡിയോ എടുക്കാൻ പറ്റും തോന്നണില്ല. അതുകൊണ്ട് ഇതാണ് നിങ്ങൾ കാണുക, ആംസ്റ്റർഡാമിലെ ഫേമസ് റെഡ് സ്ട്രീറ്റ്. ഫുള്ള് റെഡ് ലൈറ്റ് ആണ്. ഡോളൊന്നല്ല, സിഗരറ്റ് വലിക്കണ്ടല്ലോ. 10 മണി, ഇവിടുത്തെ 10 മണിയാണ്. സൈക്കിൾ റൂട്ട്. രാത്രി 10 മണിക്കും പട്ടാപ്പകൽ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഓടിച്ചാടി പിടിച്ചിട്ടാണ് ബസ്സിലേക്ക് കയറിയത്. ഇപ്പോൾ ഞങ്ങൾ കാണുന്ന സ്ഥലം ഫുള്ള് ഒരു കമ്പനി ഏരിയസാണ്. ഡെലോയിറ്റ് ഉണ്ടായിരുന്നു, ഊബർ ഉണ്ടായിരുന്നു, അതുപോലെ ബേക്കർ മെക്കൻസി, അങ്ങനെ ഫുള്ള് ഡെൻറ്റൻസ്. ഭയങ്കര അടിപൊളി ഫുൾ സിറ്റി ടൈപ്പ്. ഇതാണ് നൈറ്റ്. ഇപ്പോൾ സമയം 10:30ക്കുള്ള ടൈമാണ് കാണുന്നത്. ഇവിടെ നമ്മൾ അറിയില്ല, മുകളിലൊരു ഇത് കാണാണ്ട്. ബിൽഡിങ് അല്ല, ഇപ്പോൾ അതൊരു കമ്പനി ഉണ്ട്. ബിനക്സോ ഇതൊക്കെ കമ്പനീസ്. ഒരു കമ്പനി ഒന്ന് ഒരു പില്ലാറിൻ്റെ മുകളിലുണ്ടാക്കിയ പോലെ. ഭയങ്കര മഴ, നല്ല തണുപ്പ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. മലയാളത്തിൽ എഴുതിയതൊരു സംശയം, ഇംഗ്ലീഷിലാണ്, അതങ്ങനെ ആയിപ്പോയി. നല്ല കുറേട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയാണ് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ.
മുംബൈ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ. അടുത്തൊരു ബർത്ത്ഡേ കുട്ടി വരാനുണ്ട്. നാട്ടില് 12 മണി കഴിഞ്ഞു എന്തായാലും. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് വരണം. ഗ്ലാസ് എടുത്തില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പൈച്ചു. ഒച്ചയും പോടില്ല. ആംസ്റ്റർഡാമിലാണ് ചെക്കൻ 22ാമത്തെ വയസ്സിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ഫോട്ടോ എടുക്കാം. എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാം. പ്രേംപാട്ടിയുടെ സൂപ്പർ സ്റ്റാർ ഹീറോ ജുനുക്ക. ബിഗ് ബോസ് താരം ജുനുക്ക. ഞാൻ പറയും. ജുനുക്ക് എന്തോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. വെറും പേപ്പറാണ്. എന്നെ പോലെ തന്നെ കണ്ടാലേ കൊള്ളാം കൊള്ളാം. വീഡിയോ ഫോട്ടോ എടുക്കാം. പൊട്ടിപ്പോ